നമസ്കാരം. ഗണേഷ് കുമാർ വീണ്ടും കളി തുടങ്ങി. KSRTC 400 രൂപ പുറത്താക്കിയാലും ഒന്നും സംഭവിക്കില്ല എന്നാണ് മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത്. KSRTC ഒരു പ്രതിസന്ധിയും ഇല്ലാന്ന് കൂടി ഗണേഷ് കുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. KSRTC 400 പേരെ പുറത്താക്കിയാലും ഒന്നും സംഭവിക്കില്ല എന്നുള്ള മന്ത്രിയുടെ വാദം, BJP ഒറ്റ സീറ്റിൽ പോലും കേരളത്തിൽ നിന്ന് വിജയിക്കില്ല എന്നുള്ള ഗണേഷ് കുമാറിന്റെ പ്രതികരണം, ഇവർക്ക് ബാങ്കിലെ അക്കൗണ്ട് തുറക്കാനാവൂ എന്നുകൂടി പറയുന്ന ആക്ഷേപം, ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തുമെന്നുമൊക്കെ മന്ത്രി അവകാശപ്പെടുന്നുണ്ട്. ഇടത് സർക്കാരിൻ്റെ ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും അനുകൂലമായ ഘടകങ്ങളാണ് എന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടുമ്പോഴും UDFൻ്റെ MPമാർ ജയിച്ചു പോയിട്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് കൂടി ഗണേഷ് കുമാർ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ വിജയ സാധ്യതകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ, അതായത് നല്ല വിജയമുണ്ടാകുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷയാണ് ഗണേഷ് കുമാർ. കാരണം ഇടത് സർക്കാർ കേരളത്തിൽ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെന്ന് പറയപ്പെടുന്ന ഒന്നാം പിണറായി വിജയൻ സർക്കാരും രണ്ടാം പിണറായി വിജയൻ സർക്കാരും ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ടെന്ന് ഗണേശൻ പറയുന്നു. പ്രത്യേകിച്ച് ലോകം തന്നെ വലിയ പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ കേരളത്തിൽ 2012 വെള്ളപ്പൊക്കം സർക്കാർ കൈകാര്യം ചെയ്ത രീതി മാതൃകാപരമാണ് എന്നും, അതുപോലെ കോവിഡ് വന്നപ്പോൾ എല്ലാ പ്രദേശത്തും കൈകാര്യം ചെയ്യുന്നതിനേക്കാളും പാവങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും പട്ടിണിയില്ലാതെ മരുന്നില്ലാതെ വിഷമിക്കാതെ എല്ലാവർക്കും ഓക്സിജൻ, എല്ലാ ഹോസ്പിറ്റലിലും സൗകര്യങ്ങൾ ഇതൊക്കെ സൗജന്യമായി നൽകി ജനങ്ങൾക്ക് വേണ്ടി കോടാനുകോടി പണം ചെലവഴിച്ച ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ നിലകൊണ്ടതിനെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ട് എന്നുള്ളതും, 600 രൂപയിൽ നിന്ന് 18 മാസം മുടങ്ങിക്കിടന്ന ക്ഷേമ പെൻഷൻ കൊടുത്തു തീർത്തു എന്ന് മാത്രമല്ല, ഈ കുടിശ്ശിക തീർത്തതിന് ശേഷം 1000 രൂപ വർദ്ധിപ്പിച്ച് 1600 രൂപയാക്കുകയും ഇന്നൊരു കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് മരുന്ന് വാങ്ങാനും ജീവിക്കുവാനും ഇത് മതിയാകുമെന്നും, ക്ഷേമ പെൻഷൻ ജനങ്ങളുടെ ജീവിത ഉപാധിയായി മാറിക്കഴിഞ്ഞുവെന്നും, അത് മുടങ്ങുമ്പോഴുണ്ടാകുന്ന വിഷമം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നും കേന്ദ്ര ഗവൺമെൻറ് നയം കൊണ്ടാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നും ഗണേശൻ പറയുന്നു. വിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ച വലിയ നേട്ടം, കേരളത്തിലെ പ്രൈമറി സ്കൂളുകൾക്ക് ഒരു കെട്ടിടം പോലും വെച്ചുണ്ടായിരുന്നില്ല, ഇപ്പോൾ എല്ലായിടത്തും കെട്ടിടങ്ങളായി എന്നും സൗകര്യങ്ങളൊക്കെ കൂടുതലായി എന്നും, സാധാരണക്കാരുടെയും പട്ടിക വിഭാഗങ്ങളുടെയും മക്കൾക്ക് വിദ്യാഭ്യാസം കൊച്ചു ഗ്രാമങ്ങളിൽ പോലും ലഭിച്ചു തുടങ്ങിയെന്നും, സ്വകാര്യ മേഖലയിൽ നിന്ന് കുട്ടികളെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചുമെന്നുമൊക്കെ ഗണേശൻ പറഞ്ഞു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാവാത്ത ദുരന്തങ്ങളെ ബുദ്ധിപരമായിട്ട് മാനേജ് ചെയ്ത ഗവൺമെൻറ്റാണിത് എന്നുള്ള അഭിപ്രായം ജനങ്ങൾക്കുണ്ട് എന്നും, ഏകാധിപത്യ പ്രവണതയോടെ മോദി സർക്കാർ രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ള പദ്ധതികൾ, ഫെഡറൽ സംവിധാനങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളുള്ള സംസ്ഥാനങ്ങളുള്ള ഇടപെടലുകൾ, സാമ്പത്തികമായി നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പിടിച്ചുവെക്കൽ, ക്ഷേമ പദ്ധതികളെ തടസ്സപ്പെടുത്തുവാനുള്ള ശ്രമം തുടങ്ങി കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കി വയ്ക്കുന്ന ബുദ്ധിമുട്ടുകൾ ഏറെയാണെന്നും ഗണേശൻ പറയുന്നു. പരസ്യത്തിൽ കാണുന്നതല്ലാതെ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് യാതൊരു ഗുണവും കിട്ടിയിട്ടില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് ഗണേശൻ്റെ വാദം. ഇത്തരം പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ നിലയ്ക്ക് നിർത്താൻ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കേണ്ടതുണ്ട്. ഇത്തരം കരിനിയമങ്ങൾക്കും അടിച്ചേൽപ്പിക്കപ്പെടുന്ന ജനദ്രോഹ നയങ്ങൾക്കുമെതിരെ പാർലമെൻറ്റിൽ ശബ്ദിക്കുവാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂവെന്നും, കഴിഞ്ഞ 5 വർഷം UDFൻ്റെ 18 MPമാർ പോയിട്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല എന്നും, അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ട് പറഞ്ഞത് LDFന് വലിയ മുൻതൂക്കത്തോടെയുള്ള വിജയം കിട്ടുമെന്ന് തന്നെയാണ് ഇവിടെ ഗണേശൻ പറയുന്നത്. കൊല്ലത്തും മാവേലിക്കരയുള്ള മണ്ഡലങ്ങളിലെ മത്സരരംഗത്ത് ഈ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പോകുന്നു. കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ കശുവണ്ടി വ്യവസായികളുടെ പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പ്രേമേന്ദ്രന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഗണേശൻ്റെ വാദം. മാവേലിക്കരയിൽ മത്സരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിനും കഴിഞ്ഞിട്ടില്ല. കശുവണ്ടി തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കിയത് കേന്ദ്ര ഗവൺമെൻറ് മാത്രമാണ് എന്നും, അതിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വ്യക്തമാക്കേണ്ടതാണ്. പത്തനാപുരത്തെ റബ്ബർ പാർക്ക് കൊണ്ടുവന്നത് അവകാശപ്പെടുന്നു, അവിടെ എന്താണുള്ളത് എന്നും, ഒരു റബ്ബർ ബാൻഡ് പോലും അവിടെ നിന്ന് ഉണ്ടാക്കുന്നില്ല എന്നും, ഇപ്പുറത്ത് ഇൻഫ്രാ പാർക്ക് ഉണ്ടെന്നും, കേരള ഗവൺമെൻറ്റേതാണ് അതെന്നും, അവിടെ പലതരത്തിലുള്ള വ്യവസായങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇത്രയും വിലപിടിപ്പുള്ള സ്ഥലം കേരള സർക്കാർ കൊടുത്തിട്ടും ആ റബ്ബർ പാർക്ക് എന്തുകൊണ്ട് പൂർത്തിയാകുന്നില്ല എന്നൊക്കെ ഗണേശൻ ചോദിക്കുന്നുണ്ട്. കേന്ദ്ര പദ്ധതികളെ കൊണ്ടുവരുവാൻ ശ്രമിക്കുകയും അത് നടപ്പാക്കി വിജയിപ്പിച്ച് ജനങ്ങൾക്ക് കൈമാറുകയും ചെയ്യേണ്ടതാണ് ഒരു ജനപ്രതിനിധിയുടെ ജോലി. പക്ഷേ അത് പ്രേമേന്ദ്രൻ ചെയ്തിട്ടില്ല എന്ന് പറയപ്പെടുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്ക് MPയെ കൊണ്ട് എന്ത് പ്രയോജനമുണ്ടാക്കി? എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും അംഗനവാടി കൊടുത്തോ, വായനശാല കൊടുത്തോ, സ്കൂളുകൾക്ക് കെട്ടിടം വെച്ച് കൊടുത്തോ? ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഗണേശൻ്റെ വാദം. പിന്നെ പറയുന്നത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു എസ്കലേറ്ററും ലിഫ്റ്റും വെച്ചു എന്നാണ്. റെയിൽവേ സ്റ്റേഷനിൽ അത് വെച്ചതിന് കാരണം യാത്രക്കാർ ശബരിമലയുമായി ബന്ധപ്പെട്ട് വന്നിറങ്ങുന്ന ഒരു സെൻറ്ററാണ് ചെങ്ങന്നൂർ. പ്രായമുള്ള അയ്യപ്പന്മാർക്ക് കയറുന്നതിനും ഇറങ്ങുന്നതിനും എക്സ്കലേറ്ററും ലിഫ്റ്റുമൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് MPയുടെ വലിയ കഴിവാണ് എന്ന് വിചാരിക്കേണ്ടതാണ് ഗണേശൻ പറഞ്ഞു വെക്കുന്നത്. ഗണേശൻ ഇങ്ങനെ എന്തു വേണോ പറയാമെന്നുള്ളതാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് NDA ചേർന്നതിനെ കുറിച്ചും പരിഹസിക്കുന്നുണ്ട് ഗണേശൻ. അതൊരു ഹാസ്യമാണ് എന്ന്, എക്കാലത്തും അദ്ദേഹം തമാശക്കാരനാണെന്നും, അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തിയും ചിരിയുണർത്തതാണെന്നും, ഇതിൽ അത്ഭുതങ്ങളൊന്നുമില്ല എന്നും, അദ്ദേഹത്തിൻ്റെ പതിവ് പോലെയുള്ള ഒരു കലാപരിപാടി മാത്രമാണ് ഈ NDAയിലേക്കുള്ള പോക്കുമെന്ന് പറയപ്പെടുന്നത്. കേരള കോൺഗ്രസുകളുടെ ലയനം അത് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇനി UDFയിലേക്ക് തിരിച്ചു പോക്കുണ്ടോ എന്നൊക്കെയുള്ള ഗണേശനുള്ള പല ചോദ്യങ്ങളോടും പ്രതികരിക്കുന്ന UDFയിലേക്ക് ഇനി തിരിച്ചു പോക്കില്ല, കേരള കോൺഗ്രസുകളുടെ ലയനം നടക്കില്ല. എൻ്റെ അച്ഛനും ചേർന്നുണ്ടാക്കിയ കാലത്തുള്ള കേരള കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാടുകൾ മാറിപ്പോയിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് B എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് കൂടുതൽ ജനങ്ങൾക്ക് ചാരിറ്റി ചെയ്യുന്ന കാര്യങ്ങളിൽ, പാവപ്പെട്ടവരെ സഹായിക്കുന്നതിൽ, ദളിത് വിഭാഗങ്ങൾക്കൊപ്പം നിന്നുള്ള പ്രവർത്തനങ്ങളിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നും, ഒരു കാലത്ത് മനുഷ്യനെ സഹായിക്കേണ്ട ആവശ്യമുണ്ട്, അതിനാണ് കേരള കോൺഗ്രസ് ഇപ്പോൾ മുൻതൂക്കം കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നും, കർഷകർക്ക് വേണ്ടി ലേലം എന്ന് പറയപ്പെടുന്നത് നടക്കേണ്ട ആവശ്യമില്ല എന്നും, കാരണം കർഷകർ
കുറഞ്ഞു വരുന്നു. കർഷകർ വിഷമത്തിലാവുന്നു. അതിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ഐഡിയോളജി മാറ്റി പാവപ്പെട്ടവരെ സഹായിക്കുക, അവർക്ക് നന്മ ചെയ്യുക, രോഗമുള്ളവരുടെയും അവശത അനുഭവിക്കുന്നവരുടെയും കൂടെ നിൽക്കുക എന്ന സ്ട്രാറ്റജിയിലേക്ക് കേരള കോൺഗ്രസ് ബി മാറിയിരിക്കുന്നുവെന്നും ചാരിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സജീവമായി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കണ്ട കുറേ സ്വപ്നങ്ങൾ, അതായത് ബാലകൃഷ്ണപിള്ള കണ്ട സ്വപ്നങ്ങൾ കണ്ടതാണ് ലയനം, പക്ഷേ ഒരിക്കലും നടക്കില്ല എന്നും പറയുന്നു. ഇവിടെ മാത്രമല്ല, ഷിബു ജോബിയൻ തങ്ങൾക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്നതിന് പിന്നിലെ കാരണങ്ങൾ വരെ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നൊരു പഴഞ്ചൊല്ലുണ്ട് എന്നും രാഷ്ട്രീയം പറയാൻ അറിയാത്തവർ, എതിരാളിയായി വരുന്ന ആളെപ്പറ്റി പറയാൻ അറിയാത്തവർ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുകയും അദ്ദേഹത്തിന് രാഷ്ട്രീയം പറയാൻ അറിയില്ല ഷിബു ബേബി ജോൺ. താൻ 5 തവണയായി ഒരേ മണ്ഡലത്തിൽ നിയോജക മണ്ഡലത്തിൽ നിന്ന് 2 മുന്നണിയിൽ നിന്ന് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് വിജയിക്കുന്ന ഒരാളാണ്. അത് പത്തനാപുരത്തുകാർക്ക് എന്നുള്ള സ്നേഹവും അവർക്ക് എന്നുള്ള വിശ്വാസവുമാണ്. അത് ആർജിക്കാൻ കഴിയാത്തതിന് ഷിബു ബേബി ജോൺ കഴിയാത്തതിന് തനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്നും പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നത് അതിനുള്ള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ല എന്നും പത്തനാപുരത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടോ അഴിമതിയോ ഉണ്ടെങ്കിൽ പറയണമെന്നും അല്ലാതെ ഒരാളെ വ്യക്തിപരമായി എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്നും ഇതുപോലെയുള്ള അവസരവാദ രാഷ്ട്രീയം നടത്തുന്നവരുടെ സർട്ടിഫിക്കറ്റ് തനിക്ക് വേണ്ട എന്ന് ഗണേശൻ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് നല്ല നേതാവായിരുന്നു. ബേബി ജോൺ മാതൃകയായി കാണേണ്ട വലിയ മനുഷ്യനായിരുന്നു. അയാളെന്ന് പറഞ്ഞാലും ഒരു പ്രശ്നമുള്ള രാഷ്ട്രീയത്തിൽ അയാളൊരു പ്രധാന വ്യക്തിയായിരുന്നു. പക്ഷേ ഷിബു ബേബി ജോൺ അത്തരത്തിലൊരു പ്രധാന വ്യക്തിയൊന്നുമല്ല. ഷിബു ബേബി ജോൺ ഇങ്ങനെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല രാഷ്ട്രീയത്തിൽ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രസ്താവനകളോട് യോജിച്ചു പോകാൻ കഴിയാത്ത ഒരാൾ കൂടിയാണ് താനെന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രി ആയതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം KSRTയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ട ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാദമാണ് ഈ പറയുന്ന ഗണേഷ് കുമാർ എന്ന് പറയപ്പെടുന്ന മന്ത്രി മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹം പറയുന്നത് പോലെ 400 പേരെ ഈ KSRTCയിൽ നിന്ന് പുറത്താക്കിയാൽ പോലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഈ പ്രസ്ഥാനവും ഇനി KSRTC മുന്നോട്ട് പോകണമെങ്കിൽ കൂടിയും ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ വരുത്തിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ KSRTCയിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാരുടെ ജോലി സ്ഥിരത എന്ന് പറയപ്പെടുന്നത് പലപ്പോഴും ഒരു ഞാനിന്മേൽ കളിയാണ് എന്ന് പറയേണ്ടി വരുന്നു. ഇപ്പോൾ KSRTCയിൽ എത്തുമ്പോൾ ഗണേഷ് കുമാർ എത്തുമ്പോൾ KSRTCയെ രക്ഷപ്പെടുത്തുമെന്നും അവിടുത്തെ തൊഴിലാളികൾക്ക് വലിയ ശമ്പള പ്രതീക്ഷയും ഒക്കെ ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് 400 പേരെ പുറത്താക്കി കഴിഞ്ഞാൽ പോലും ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള വളരെ ലാഘവത്തോടുകൂടിയുള്ള മറുപടി പറയുന്ന ഗണേശനെ കാണാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള ഗണേശൻ്റെ വാദഗതികൾ, ഗണേശൻ്റെ ചിന്തകൾ എന്ന് പറയപ്പെടുന്നത് സാക്ഷാൽ ഈ സാധാരണക്കാരിൽ സാധാരണ ജനങ്ങളെ അവരെ സംരക്ഷിക്കുവാനുള്ള നിയമ നടപടികൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നടപടികളിലേക്കല്ല പോകുന്നത്. പകരം KSRTCയിൽ നിന്ന് ആരെ വേണോ പിരിച്ചുവിടാം, ആരെ വേണോ പറഞ്ഞുവിടാം എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള ഭൂപ്രഭുക്കന്മാരുടെ ഫ്യൂഡൽ മാടമ്പിമാരുടെ തരത്തിലുള്ള രീതികളാണ് ഗണേശൻ അവലംബിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു. സാധാരണ ജനങ്ങളെ ഒരു തൊഴിലാളിയെ പിരിച്ചുവിട്ടാലും അത് വേദനയാണ് എന്ന് പറയേണ്ടി വരും. അവിടെയാണ് ഇയാൾ 400 പേരെ പുറത്താക്കിയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയപ്പെടുന്നത്. KSRTCയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എത്രയോ ആയിരത്തിലധികം ജനങ്ങൾ ഈ KSRTCയുമായി ബന്ധപ്പെട്ടിട്ട് നിൽപ്പുണ്ട്. അതിൽ ഒരാളെ പുറത്താക്കിയാൽ പോലും അവരുടെ വീടും അവരുടെ കുടുംബവും ഇല്ലാതാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയിരിക്കെ മനുഷ്യത്വരഹിതമായ രീതിയിൽ 400 പേരെ പുറത്താക്കിയാൽ പോലും ഒന്നും സംഭവിക്കില്ല എന്ന് പറയപ്പെടുന്ന ഈ ഗണേശന് മനുഷ്യത്വമുണ്ടോ?